അദ്ദേഹം പറഞ്ഞത് BJP ഓഫീസിലെ ക്ലാസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ണടച്ചിട്ട് വെറുതെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ പറ്റിച്ചിട്ട് കാര്യമുണ്ടോ? ശ്രീ അരവിന്ദാക്ഷൻ, നെല്ലറയാണത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഐതിഹാസികമായ ഒരു ചുവടുവയ്പ് കേരളം നടത്തിയതിൻ്റെ സമയമാണിത്. 30 രൂപ താങ്ങുവില നൽകുന്ന ഏക സംസ്ഥാനം കേരളമായി നിൽക്കുന്നു. അതിൽ കേന്ദ്രം വരുത്തിയ വലിയ അലംഭാവം, അതാണ് പ്രധാനമായും മറ്റ് കക്ഷികൾ ഉയർത്തുന്ന പ്രശ്നം. അങ്ങനെ മറ്റ് കക്ഷികളോ ഇവിടുത്തെ കർഷകരോ ഉയർത്തുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നെല്ലിന് കർഷകർക്ക് ഓരോ പ്രാവശ്യവും വില വർദ്ധിപ്പിക്കുക ചെയ്ത്. കേന്ദ്ര ഗവൺമെൻറ് വില കൂട്ടുമ്പോൾ കേരളത്തിൻ്റെ വിഹിതം ഓരോ പ്രാവശ്യം കുറയുകയാണ് ചെയ്തത്. അമ്പലപ്പുഴ രാജാവിൻ്റെ ചുണ്ടൻവള്ളം ഒരിടിക്ക് മുൻപോട്ട് പോകുമ്പോൾ കായംകുളം രാജാവിന് പണിത് കൊടുത്ത വള്ളം ഒരിടിക്ക് പുറകോട്ട് പോകുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറ് കർഷകർക്ക് നെല്ലിൻ്റെ വില കൃത്യമായി കൂട്ടുമ്പം കേരളത്തിലെ സർക്കാർ ആനുപാതികമായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കർഷകർക്ക് ഇപ്പോഴും പഴയ വില തന്നെയാണ് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ 33 രൂപ കർഷകർക്ക് കിട്ടേണ്ടതാണ്, ഇപ്പോഴത് കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ പൂർണ്ണമായും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഇതിൽ കേന്ദ്രം ഏത് രീതിയിലാണ് സഹകരിക്കുന്നത്? പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലാണ്. ഭക്ഷ്യ ശൃംഖലയുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലുള്ള ഓരോ കൃഷി ചെലവിനെ സംബന്ധിച്ചുകൊണ്ട്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് പാലക്കാടും തൃശ്ശൂരും ഉണ്ടാകുന്ന ചെലവിനേക്കാളും കൂടുതലാണ് നമ്മുടെ കുട്ടനാട്ടിലുള്ള കൃഷി ചെലവുകൾ. അപ്പോൾ അതുപോലെ കേരളത്തിലെ കൃഷി ചെലവിനേക്കാൾ കുറവാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വരുന്നത്. ആനുപാതികമായിട്ട് അതനുസരിച്ചാണ് കേരളത്തിലെ കൃഷിക്ക് ചെലവ് കൂടുതലുള്ള. ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണ്? BJP കൃത്യമായ കേന്ദ്ര ഗവൺമെൻറ് ഈ ഭക്ഷ്യദാനത്തിനുള്ള നെല്ലിന് പണം കൊടുക്കുന്നുണ്ട് കൃത്യമായി. പക്ഷേ അതിൻ്റെ വരവ് ചെലവ് കണക്ക് കൊടുക്കേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. പ്രത്യേകിച്ച് ആ കൈകാര്യം ചെയ്യുന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് കൃത്യമായി കണക്ക് കൊടുക്കണം. ഓടിയിട്ടുള്ള അത്തരത്തിലുള്ള സംവിധാനമാകുമ്പോൾ കൃത്യമായി പണം നൽകിയെങ്കിൽ അതിൻ്റെ കണക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ആരായാലും ഏത് ഗവൺമെൻറ് ആയാലും കൊടുക്കത്തുള്ളൂ. ശ്രീ H. സലാം, നിങ്ങൾക്കെതിരെയുള്ള പ്രധാനമായും BJP ഉന്നയിക്കുന്ന ആരോപണം ഇതാണ്, കണക്ക് കൃത്യമായി കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണം. അതിന് മറുപടി ഉണ്ടോ? അദ്ദേഹം പറഞ്ഞത് BJP ഓഫീസിലെ ക്ലാസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ വർഷം നെല്ല് സംഭരിച്ചതിൻ്റെ ഭാഗമായി കൊണ്ടുപോയ നെല്ലിൻ്റെ വിഹിതം അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട, മെജോറിറ്റി കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ തരേണ്ടത്. 6 രൂപ 7 രൂപയാണ് സംസ്ഥാനത്തിൽ ഭാഗമായിട്ട് വരിക. ബാക്കി 28 രൂപ 20 പൈസയിൽ ബാക്കി മുഴുവൻ പൈസയും കേന്ദ്രം തരേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഈ കുട്ടനാട്ടിൽ നെല്ല് കയറ്റി കൊണ്ടുപോയി നെല്ലെടുത്തതിൻ്റെ ഭാഗമായ പണം ഈ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുണ്ടോ? കഴിഞ്ഞതിൻ്റെ മുന്നേ വർഷത്തെ വിഹിതം ഈ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ടോ? ഏതാണ്ട് കൃത്യമായ നിയമസഭയിൽ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, കൃത്യമായ രേഖയാണല്ലോ. 1900 ചില്ലുവാനും കോടി രൂപ നെല്ല് സംഭരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം സംസ്ഥാനത്തിന് കിട്ടാനുണ്ട് എന്നതല്ല യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ണടച്ചിട്ട് വെറുതെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ പറ്റിച്ചിട്ട് കാര്യമുണ്ടോ? അത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നത്, അവർ പൈസ തന്നില്ല എങ്കിലും നമ്മൾ സ്ലിപ്പ് കൊടുത്ത് കൃഷിക്കാർക്ക് യഥാസമയം പൈസ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനാണ് കേരളത്തിൽ ബാങ്ക് കൺസോർഷ്യം ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ചില ബാങ്കുകാരുടെ നിസ്സഹകരണമൊക്കെ ഇടയ്ക്ക് വന്നു. അതെല്ലാം പരിഹരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്ന കാര്യം. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൊയ്ത്ത് കഴിഞ്ഞാൽ കളത്തിൽ നെല്ല് കയറി പോകുമ്പോൾ അപ്പം തന്നെ പണം കിട്ടണമെന്ന വികാരമാണ്. അത് ഞങ്ങളുടെ എല്ലാം വികാരം അങ്ങനെ തന്നെയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കൃത്യമായി തരാത്തതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രശ്നം അത് പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നു. അത് ശ്രമിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം, ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നമുണ്ട്. കേരളത്തിലെ മില്ലുടമകൾ അത് നിസ്സഹകരിക്കുകയാണ്. ഇപ്പോൾ 5 മില്ല് മാത്രമേ ഈ എഗ്രിമെൻ്റ് ഭാഗമായിട്ട് വന്നിട്ടുള്ളൂ. ആ 5 മില്ലിൽ 1 മില്ല് മാത്രമേ വലിയ മില്ലുള്ളൂ, ബാക്കിയെല്ലാം ചെറിയ മില്ലുകളാണ്. ബാക്കിയെല്ലാം ഒരു അസോസിയേഷനായിട്ട് മാറി നിന്നിട്ട് ഒരു തടസ്സവാദം പറഞ്ഞ് പോകുന്ന സാഹചര്യമാണ് വരുന്നത്. മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ചർച്ചയുടെ ഭാഗമായി തീരുമാനം കൈക്കൊണ്ടു അവിടെ സമ്മതിച്ചു പോയതിന് ശേഷം ഇപ്പോഴും ചില ആൾക്കാർ നിസ്സഹകരിക്കുന്ന സാഹചര്യം വരുന്നു. ഞാനിത് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ, സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ, നെൽകൃഷിയുടെ ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ, കൊയ്ത്ത് ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനം എത്രയോ കൊല്ലമായുള്ള കാര്യമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് ഈ സമയത്ത് മാത്രം എന്തോ പുതിയ കാര്യം പൊട്ടിപ്പുറപ്പെട്ടു എന്ന മട്ടിലേക്ക് പറയാൻ പാടില്ല. കണക്ക് കൊടുത്തില്ല, അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ക്ലാസ് കിട്ടിയതിൻ്റെ ഭാഗമായി പറയുന്ന കാര്യമാണ്. അതെല്ലാം നിയമസഭ രേഖയാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞ പുറമേക്ക് പൊതുവർത്തമാനം പറയുമ്പോൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ വസ്തുതകളെ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ സംസ്ഥാന നിയമസഭയിൽ കേരളത്തിലെ മന്ത്രിമാർ, ധനകാര്യമന്ത്രിയും പറഞ്ഞു, അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും അത് സ്റ്റേറ്റ്മെൻറ്റായി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിയമസഭാ രേഖ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ പാർലമെൻറ്റ് രേഖ വയ്ക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വയ്ക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബോധ്യമാകാൻ കഴിയുന്ന നിലയിലേക്കുള്ള
രേഖയോ സബ്മിഷനോ ഒന്നും ഉണ്ടാക്കുന്നില്ല. പുറമെ പൊതുവർത്താനം പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ആരും ചോദിക്കില്ല എന്ന മട്ടിലേക്ക് ഒരു ഉത്തരം പറയുന്ന ഭംഗിയില്ല. നമ്മളെല്ലാം ഒരു നാട്ടിലെ കൃഷിക്കാരൻ്റെ വികാരത്തിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം നിൽക്കുക എന്ന കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും.